അപ്പൊ സ്പേഴ്സിന്റെ ഈ ഒരു സീസണിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. ഇപ്പൊ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന ഇന്നത്തെ മത്സരത്തിൽ ചെൽസിയോട് 2-0 പരാജയമാണ് സ്പേഴ്സിന് നേരിടേണ്ടി വന്നത്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്താണ് പറയേണ്ടത്? എത്ര കിട്ടിയാലും പഠിക്കൂല എന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് അത്യാവശ്യമായിട്ട് ജയിക്കേണ്ട സിറ്റുവേഷനിൽ നമ്മൾ കൊണ്ടുപോയി കൊളാക്കും. ഇന്ന് മറ്റൊരു മോശം പെർഫോമൻസ് ആണ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത്. എന്തായാലും ചെൽസി വളരെ കൃത്യമായിട്ട് 2-0 ലീഡിലേക്ക് എത്തുകയും 3 പോയിന്റ് സ്വന്തമാക്കുകയും ചെയ്തു. നമുക്കറിയാം പോസ്റ്റ്കോഗ്ലുവിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലാൻ ബി ഇല്ല, പലപ്പോഴും അറ്റാക്കിംഗ് വൈസ് വളരെ പോറാണ്, ഡിഫെൻസീവ്ലി എക്സ്പോസ് ആവുക, ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പുള്ളി കുളസസ്കിയെ മിഡ്ഫീൽഡിലേക്ക് വന്ന് കളിപ്പിച്ചു. ലെഫ്റ്റ് വിങ്ങിൽ സൺ ഉണ്ടായിരുന്നു, റൈറ്റ് വിങ്ങിൽ ജോൺസൺ ആണ് കളിപ്പിച്ചത്. പക്ഷേ പൊസിഷൻ ഉണ്ടായിരുന്നു, പാസുകൾ മുമ്പോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇതുകൊണ്ട് ഒരു കാര്യമില്ലാത്ത സിറ്റുവേഷൻ ആണ്. ഫൈനൽ തേർഡിൽ എത്തുമ്പോൾ ചെൽസിയുടെ ബോൾ തട്ടിയിട്ട് ബോൾ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ബോൾ ഡയറക്റ്റ് ആയിട്ട് ചെൽസിയുടെ പ്ലെയറുടെ കാലിലേക്ക് ഇട്ടു കൊടുക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ സ്പേഴ്സിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ തന്നെ 1-0 ലീഡിലേക്ക് വരാൻ ചെൽസിക്ക് അവസരം ഉണ്ടായിരുന്നു. നിക്കോളസ് ജാക്സന് ഒരു 1-on-1 ചാൻസ് കിട്ടുന്നു. പുള്ളി ഒരു ഷോട്ട് ബോക്സിലേക്ക് അടിക്കുന്നു. എന്നാൽ ഗോൾ ലൈൻ ക്ലിയറൻസ് വഴി മിക്കി വാൻഡമൻ ആണ് സ്പേഴ്സിനെ രക്ഷപ്പെടുത്തിയത്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായിട്ടില്ല. നമ്മൾ ഡിഫെൻസീവ്ലി 1-2 പ്രാവശ്യം എക്സ്പോസ് ആയി. ചെൽസി കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 2-0 ലീഡിലേക്കൊക്കെ ആദ്യത്തെ ഒരു 15-20 മിനിറ്റ്സിൽ വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അധികം വൈകാതെ സെറ്റ് പീസ് വരുന്നു. ചലബയുടെ ഒരു അടിപൊളി ഹെഡർ. പുള്ളീനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെഡ്രോ പോറോ ഉണ്ടായിരുന്നു. പോറോ വേറെന്തോ സൈഡിൽ ബ്ലോക്കായി. അതോടുകൂടി വളരെ കൃത്യമായിട്ട് ഈ ഒരു ഹെഡർ ബോക്സിലേക്ക് എത്തിക്കാൻ ചലവക്ക് കഴിഞ്ഞു. ഇപ്പൊ സെറ്റ് പീസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറെ മത്സരമായിട്ട് ഇതേ സിറ്റുവേഷൻ ആണ്. സോണൽ മാർക്കിംഗ് ഇല്ല, പ്ലേയേഴ്സ് ആരെയാണ് മാർക്ക് ചെയ്യുന്ന അറിയില്ല. വെറുതെ കുറെ ആൾക്കാർ ഫ്രണ്ട് പോസ്റ്റിലും ബാക്ക് പോസ്റ്റിലും നിൽക്കുന്നു. വളരെ കൃത്യമായിട്ട് ഇത് കൺവേർട്ട് ചെയ്യാൻ പല ടീമിനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോണിന്റെ കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. പുള്ളി ഇന്ന് എന്താണ് കാണിച്ചതെന്ന് ഒരു പിടുത്തവും ഇല്ല. പണ്ടൊക്കെ ഡ്രിബിൾ ചെയ്ത് ബോക്സിലേക്ക് വരികയും അല്ലെങ്കിൽ ഷോട്ടൊക്കെ എടുക്കുന്ന സോണിനെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് പുള്ളി ഇൻവിസിബിൾ ആയിരുന്നു പലപ്പോഴും. ആകെ പുള്ളി ചെയ്യുന്നത് ലെഫ്റ്റ് വിങ് പോയി ഒരു ടച്ച് എടുക്കും, തിരിച്ച് ബോൾ മിഡ്ഫീൽഡിലേക്ക് കൊടുക്കും. അതിനൊരു വിങ്ങറിന് നമുക്ക് ആവശ്യമില്ലല്ലോ. അത് മാത്രമല്ല, മിഡ്ഫീൽഡിൽ കളിച്ചുള്ള കുളസസ്കി ആണെങ്കിൽ പുള്ളിക്ക് 2 പാസ് സ്ട്രിങ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇപ്പൊ ഇല്ല. പുള്ളി ആകെ ചെയ്യുന്നത് ഓടാൻ ശ്രമിക്കും, രണ്ടാമത്തെ ടച്ചിൽ ബോൾ ചെൽസിക്ക് കൊടുക്കും, അതോടുകൂടി കൗണ്ടറിലേക്ക് പോകും. പെഡ്രോ പോറോ അടിക്കുന്ന ക്രോസ് എല്ലാം പുറത്തേക്ക് പോകുന്നു, ബോക്സിലേക്ക് കറക്റ്റായിട്ടൊന്നും എത്തുന്നില്ല. ജോൺസൺ ആണെങ്കിൽ 1-2 പ്രാവശ്യം ഓടിയിട്ട് ബോക്സിലേക്ക് എത്താൻ നോക്കും, അത്രയേ ഉള്ളൂ. അത് ഒരു ഷോട്ടിലേക്ക് മാറുകയോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൺവേർട്ട് ചെയ്യാനൊന്നും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. നമുക്ക് ചെൽസിക്ക് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവും. ആദ്യത്തെ പേര് മധുവക്കെ. ഇന്ന് ഒഫെൻസീവ്ലി ആയാലും ഡിഫെൻസീവ്ലി ആയാലും വളരെ നല്ലൊരു കോൺട്രിബ്യൂഷൻ ആണ് മധുവക്കിന്റെ സൈഡിൽ നമ്മൾ കണ്ടത്. പുള്ളി ബംഗാളികളെ പോലെ ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു. മാക്സിമം എഫേർട്ട് ചെൽസിക്ക് കൊടുത്തു. മിഡ്ഫീൽഡിലായാലും ഗാലഗറും മുഡ്രിക്കും ഒക്കെ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. മുഡ്രിക്ക് ഒരു ഇത്തിരി കൂടി ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ 1-2 ഗോളൊക്കെ അടിക്കാൻ പറ്റുന്ന പുള്ളി ബോക്സിന് അടുത്ത് വരെ എത്തിയ ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡിഫെൻസീവ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ചെൽസി സൈഡിൽ നിന്ന് വന്നു. ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡിലേക്ക് കാര്യങ്ങൾ പോയി. ആ സമയത്ത് പോസ്റ്റ്കോഗ്ലു ഒക്കെ ബോക്സിൽ ഇരുന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു, എടാ മുമ്പോട്ട് പോ, പാസ് കൊടുക്ക്, ബോൾ ഹോൾഡ് ചെയ്യില്ല, ഒരു കാര്യമില്ല. ഇപ്പൊ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാവും, എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരും. സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വന്നു, പക്ഷെ ഒരു കാര്യമില്ല. സെയിം പ്രോബ്ലം സെക്കൻഡ് ഹാഫിലും ഉണ്ടായിരുന്നു. 1-2 ഹാഫ് ചാൻസുകളൊക്കെ കിട്ടി, പക്ഷേ ഗോൾ അടിക്കാൻ പറ്റിയില്ല. സെക്കൻഡ് ഹാഫിൽ വെച്ചിട്ട് ചെൽസിക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. കോൾ പാമർ കിക്ക് എടുക്കാൻ വരുന്നു. ആ കിക്ക് എടുക്കാൻ വരുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇത് ചിലപ്പോൾ കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ബോക്സിന്റെ ഫ്രെയിം തട്ടിയിട്ട് ബോൾ ഡിഫ്ലക്റ്റ് ആയി. ജാക്സണ് ഈ ബോൾ എടുക്കാൻ വേണ്ടി ബോക്സിലേക്ക് വന്നു. ഇപ്പോൾ സ്പേഴ്സിന്റെ സണ്ണും ഹോയ്ബർഗും ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. പക്ഷേ പിന്നെ നമ്മൾ കാണുന്നത് ഒരു കൈകൊട്ടിക്കളിയാണ്. ഈ 2 പ്ലെയറിന്റെ മുകളിലൂടെ ജാക്സൺ ഹെഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഗോളിന്റെ ലീഡിലേക്ക് ചെൽസി എത്തിക്കുകയും ചെയ്യുന്നു. എംബാരസിങ് സിറ്റുവേഷൻ ആണ്. ഇതൊക്കെ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യാന്ന് അറിയില്ല. ഒരാൾ പോയിട്ട് പുള്ളീനെ ഒന്ന് ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക, ഒന്നുമില്ല. എല്ലാവരും ബോൾ വാച്ച് ചെയ്യുന്നു. അപ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് പുള്ളി ആ ഒരു ഡിഫ്ലക്ട് ചെയ്ത പന്ത് ബോക്സിലേക്ക് എത്തിച്ചു. അതിനുശേഷം കളി തീർന്നു. നമ്മൾ
1-2 ഹാഫ് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആകാശവാണി പോലെ സ്റ്റേഡിയത്തിലേക്ക് അടിച്ചു എന്നല്ലാതെ ഒരു ത്രെട്ട് പോലും ചെൽസി സൈഡിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കുക്കുറയ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ചലബ് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് കൊടുത്തു. ഡിഫൻസീവിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഡിഫൻസീവ് പെർഫോമൻസ് ചെൽസി സൈഡിൽ നിന്ന് വന്നു. അത് നല്ല രീതിയിൽ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. ഈ സീസൺ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് 4 വരില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അടുത്ത മത്സരം ലിവർപൂളിനെതിരെ, പിന്നീട് സിറ്റി. ഈ മത്സരം ജയിക്കാൻ പറ്റുന്നില്ല. ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ 5ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തോ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ബോട്ടിൽ ജോബ്സ് എന്നൊക്കെ പറഞ്ഞാൽ സ്പേഴ്സിന്റെ പ്ലേയേഴ്സിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.